ഉറപ്പായും തിരിച്ചു വിളിക്കണം. പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. ദിലീപിന്റെ ആ വിളിക്കായി റാണി കാത്തിരുന്നു. പക്ഷേ ടെലിവിഷൻ താരം ദിലീപ് ശങ്കറിനെ കുറിച്ച് നടി റാണി ശരൺ പങ്കുവച്ച വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവസാനമായി ദിലീപ് ശങ്കർ തന്നെ വിളിച്ചതെന്നും കോൾ കട്ടായ ഉടൻ തിരികെ വിളിച്ചിട്ടും പിന്നീട് സംസാരിക്കാനായില്ലെന്നും വേദനയോടെ റാണി ഓർത്തെടുക്കുന്നു. മോളെ, നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ ദിലീപേട്ട, ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തെ കോൾ കട്ടായിരുന്നു. ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത്. ഇടവേളകളിട്ട് പിന്നെയും വിളിച്ചിട്ടും അതുതന്നെ. അപ്പോ ഞാൻ വാട്സാപ്പിൽ വോയിസ് ഇട്ടു. തിരിച്ചു വിളിക്കുമ്പോ നമ്പർ ബിസി പറയുന്നു. ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ, സംസാരിക്കാം എന്ന് പറഞ്ഞു. വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ വന്നു. തിരിച്ചു വിളിക്കുമ്പോ വീണ്ടും നമ്പർ ബിസി. തിരിച്ചു വിളിച്ചോളും എന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു. അതാണല്ലോ പതിവ്. അന്ന് 26-ാം തീയതി രാവിലെ മഞ്ചേരിയിൽ ഒരു പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടന്റെ കോൾ വന്നത്. ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ ദിലീപ് അങ്കിൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു. കുറെ കാലത്തിന് ശേഷമുള്ള വിളിയാണ്, കുറച്ചധികം പറയാനുണ്ടാവും. അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാം എന്നുറപ്പിച്ചു. വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ്, പരിപാടിയിൽ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയിട്ടാവും കട്ട് ചെയ്തത്. ഇന്ന് അബിൻ വിളിച്ച്, അമ്മ ഒരു കാര്യം പറയാനുണ്ട്, സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവുരയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞനിയത്തി കാത്തിരുന്നു ദിലീപേട്ട. പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ. ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു പഠിക്കുന്നുണ്ട് ഞാൻ. നീ എന്റെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട്. ചേച്ചി, കുട്ടികൾ, സിനിമാ സ്വപ്നങ്ങൾ ഒക്കെ ഇവിടെയല്ലേ ദിലീപേട്ട. പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും. റാണി ശരണിന്റെ വാക്കുകൾ.